അവളുടെ രാവുകൾ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ആദ്യത്തെ ദിവസത്തെ ഫുൾ ഷൂട്ട് തീരുന്നവരെയും സീമ ചേച്ചിക്ക് നായികയാണെന്നുള്ളൊരു നായികയാണ്. പക്ഷെ അതിന്റെ ഒരു ത്രില്ലോ കമ്പോ അങ്ങനെയൊന്നും എനിക്കില്ല. സിനിമ എന്ന് പറഞ്ഞാൽ ശശിയേട്ടന് ഭയങ്കര സംഭവമാണ് ശരിക്കും. അത്ര ഒരു ക്രേസ് തന്നെയാണ് ശരിക്കും. ശശിയേട്ടൻ്റെ സിനിമയൊക്കെ കഴിഞ്ഞ് വേറെ ഒന്നുമില്ല. പുള്ളി എങ്ങനെ എന്നെ നോക്കിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഞാൻ വിചാരിക്കും ലവ്വല് നോക്കുകയാണെന്ന്. ഭയങ്കര ഞാനിങ്ങനെ നാണിച്ചൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. പുള്ളി ഇങ്ങനെ നോക്കും. പിന്നീട് അറിയുന്ന ഫ്രെയിമിന് വേണ്ടിയിട്ട് ഏത് പൊസിഷനില് നന്നായിരിക്കും ഈ കുട്ടി എന്നുള്ളത് ആലോചിക്കുന്നത് പുള്ളി. സീമ പൂർണ്ണ ഗർഭിണിയായിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു സീമ പോയാൽ ഇനി വരാൻ 6 മാസമാവും. അപ്പോൾ സീമ ഫുൾ ഗർഭിണിയായിട്ട് വെള്ള സാരിയൊക്കെ കൊടുത്ത് മുടിയൊക്കെ ഇത്രയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ കോശം. അപ്പോൾ ശശിയേട്ടൻ പറഞ്ഞാൽ ഒന്ന് പറഞ്ഞു വിടാം, അവൾ ഇവിടെ എവിടെയും കിടന്ന് പ്രസവിക്കും. അനിതര സാധാരണമായ ആവിഷ്കാര മികവോടെ മലയാള സിനിമയ്ക്ക് ജനപ്രിയ ചിത്രങ്ങൾ ഏറെ സമ്മാനിച്ച സംവിധായക പ്രതിഭ. 60കളുടെ അവസാനത്തിൽ കലാസംവിധായകനായും ഛായാഗ്രാഹക സഹായിയായും സഹസംവിധായകനായും പ്രവർത്തിച്ചു തുടങ്ങിയ ഇരിപ്പം വീട് ശശിധരൻ 27-ാം വയസ്സിൽ ഉത്സവം എന്ന ചിത്രത്തിലൂടെ സ്വതന്ത്ര സംവിധായകനായി. മലയാളം, തമിഴ്, ഹിന്ദി തുടങ്ങി വിവിധ ഭാഷകളിലായി 100-ലേറെ സിനിമകൾ ഒരുക്കിയ അദ്ദേഹം അവളുടെ രാവുകൾ എന്ന തന്റെ ചിത്രത്തിലെ നായികയായ സീമയെ ജീവിത സഖിയാക്കി. തിയേറ്ററുകളിൽ ആളെ നിറയ്ക്കുന്നതിനോടൊപ്പം നായകന്മാർ മുതൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ വരെയുള്ള ഒരുപാട് ആളുകളായി 100-ലധികം ആളുകളെ ഒറ്റ ഫ്രെയിമിൽ ഉൾക്കൊള്ളിച്ച സംവിധായകൻ. വിദേശ രാജ്യങ്ങളിൽ ആദ്യമായി മലയാള സിനിമയുടെ ചിത്രീകരണത്തിന് അരങ്ങൊരുക്കിയ ഈ സൂപ്പർ ഡയറക്ടർ 1977 എന്നൊരു ഒറ്റ വർഷം 12ഓളം സിനിമകൾ സംവിധാനം ചെയ്ത് മറ്റൊരു സംവിധായകനും എളുപ്പത്തിൽ എത്തിപ്പിടിക്കാൻ പറ്റാത്ത പ്രതിഭാവിലാസം പ്രകടിപ്പിച്ചു. മലയാള സിനിമയുടെ ചരിത്ര വിഹായസിൽ അനുസ്യൂതം തിളങ്ങുന്ന അനശ്വര നക്ഷത്രം. ഓർമ്മയിലെന്നും IV ശശി. ഓർമ്മയിലെന്നും IV ശശി എന്ന ഈ ലക്കത്തിൽ നമ്മളോടൊപ്പം ആദ്യം ചേരുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരാളാണ് ശശി സാറിന്റെ ജീവിതത്തിൽ. സ്ത്രീപക്ഷം, സ്ത്രീ സമത്വം, സ്ത്രീ ശാക്തീകരണം തുടങ്ങിയ വാക്കുകളൊക്കെ വർത്തമാനകാലത്തിൽ കൂടുതലായി ഉപയോഗിക്കുന്നതിനും എത്രയോ കൊല്ലങ്ങൾ മുമ്പ് തന്നെ അത്തരത്തിലൊരു ഗംഭീര സിനിമ അവളുടെ രാവുകൾ ആ ചിത്രത്തിൽ നായികയായി എത്തി. പിന്നീട് IV ശശി സാറിന്റെ ജീവിതത്തിലെ നായികയായി മാറിയ ഒരാൾ. നിരവധി ചിത്രങ്ങളിലൂടെ നമുക്ക് വളരെ പ്രിയപ്പെട്ട അഭിനേത്രി. സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സീമ ചേച്ചി. വലിയ സന്തോഷം ചേച്ചിയുടെ ഈ സാന്നിധ്യത്തിൽ. കുറച്ച് നാളുകൾക്ക് മുമ്പ് അനശ്വര നടൻ ജയൻ അദ്ദേഹത്തിന്റെ എപ്പിസോഡ് ഇവിടെ വന്നപ്പം പിന്നീട് അതിന്റെ ഒരു ഡിജിറ്റൽ സ്പേസിൽ അത് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കമന്റുകൾ വന്നത് അയ്യോ ഈ എപ്പിസോഡിൽ സീമ ചേച്ചി വരേണ്ടതായിരുന്നു, സീമ ചേച്ചിയായിരുന്നു വരേണ്ടത് എന്നാണ്. പക്ഷെ ഞങ്ങൾ പ്രിസർവ് ചെയ്ത് വെച്ചത് ഞങ്ങളുടെ ഒരു വലിയ ആഗ്രഹം, അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ശശിയേട്ടന്റെ എപ്പിസോഡിലേക്ക് വരിക എന്നുള്ളതാണ്. അങ്ങനെയാണ് സീമ ചേച്ചി നമ്മുടെ എപ്പിസോഡിൽ നിന്ന് എത്തിയത്. നമ്മൾ പലതവണ മാറ്റിവെച്ച് ഒരുപാട് തിരക്കുകൾക്കിടയിൽ നിന്നും വളരെ പാടുപെട്ട് ക്ഷണം സ്വീകരിച്ചെത്തിയതാണ് സീമ ചേച്ചി. ഒരിക്കൽ കൂടി സീമ ചേച്ചിയോടുള്ള നന്ദി പറയുന്നു. നന്ദിയുണ്ട്. ആദ്യം ഞാൻ ജയേട്ടന്റെ ഷോന് വരാതിരുന്നത് മനഃപൂർവ്വമല്ല, ഞാൻ ഓസ്ട്രേലിയയിലായിരുന്നു. എനിക്കറിയായിരുന്നു, ഞങ്ങൾ വിളിച്ചിരുന്നു, അന്ന് വിദേശത്തായിരുന്നു, അതുകൊണ്ടാണ് എത്താൻ പറ്റാഞ്ഞത്. എങ്കിലും നമുക്ക് അതിനൊരു സോറി ചോദിക്കുകയാണ്. ജയേട്ടന്റെ എനിക്ക് പങ്കുവെക്കാൻ പറ്റിയില്ലല്ലോ എന്ന്. ഓർമ്മകളില് അതെ ഏറ്റവും കൂടുതൽ ഓർമ്മകളുള്ള ഒരാളാണ്. തിരിച്ച് നമുക്ക് ശശിയേട്ടനിലോട്ട് വരുമ്പോൾ ഞാനിപ്പോൾ ആമുഖത്തിൽ പറഞ്ഞു അവളുടെ രാവുകൾ എന്ന ചിത്രത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. സ്ത്രീപക്ഷം, സമൂഹം കൽപ്പിക്കുന്ന ശരി തെറ്റുകൾ എന്നൊക്കെ പറയുന്ന ഒരു കാര്യമൊക്കെ. അന്ന് ഇവിടുന്ന് ബാക്കിലോട്ട് ആ ഒരു കാലത്തിൽ ആ സിനിമ ഒരു വിപ്ലവമാണ്. അതിനുള്ളൊരു ധൈര്യം വേണം. അതിൽ അഭിനയിക്കാനുള്ള സീമ ചേച്ചിയുടെ ധൈര്യം സ്വന്തമായിരുന്നോ ശശി സാറ് തന്ന ധൈര്യമാണോ? അല്ല, അത്
അന്ന് ഇത് ഈ ഒരു കഥാപാത്രം എന്താന്നുള്ളത് പോലും എനിക്കറിയില്ലായിരുന്നു. ഓ. ഇത് അവളുടെ രാഹുലിന് മുമ്പ് തന്നെ ലവ് തുടങ്ങി. ഓ, നിങ്ങൾ തമ്മില്? അതെ. ആഹാ. അത് ഈ മനോര തിരുവനന്തപുരത്തുള്ള പടത്തില് അങ്ങനെ ലവ് തുടങ്ങി. അപ്പൊ അതിലൊരു ഡാൻസ് ആയിരുന്നു. ഞാൻ ഡാൻസ് ചെയ്യും, ഹരിഹരൻ സാർ പാട്ട് പാടും. അപ്പൊ അതില് അഭിനയിച്ചപ്പോൾ അങ്ങ് കുറച്ച് ലവ് അങ്ങ് തുടങ്ങി. അപ്പം അത് തീരുമ്പം ശശിയേട്ടന് കൂടുതൽ എന്നോട് സ്നേഹം തോന്നി. അപ്പം പുള്ളി ഒരു വാക്ക് പറഞ്ഞു, ഞാൻ നിന്നെ വലിയൊരു നടിയാക്കുമെന്ന്. അതെന്തിനാ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞാനത് മൈൻഡ് ചെയ്യാതെ അങ്ങ് വന്നു. ബിക്കോസ് എനിക്ക് നടിയാവണമെന്നുള്ള ഒരു താല്പര്യം ഇല്ലായിരുന്നു. ഡാൻസാണ് എനിക്ക് ഒരു കമ്പം. അന്ന് അങ്ങ് ചെന്നൈയിൽ വന്നു. ചെന്നൈയിൽ വന്നപ്പം എനിക്ക് ലവാണല്ലോ പുള്ളി. അതൊരു ലവിന്റെ ഓഫറായിട്ടും വേണേ തോന്നാം ആ സമയത്തല്ലേ? അങ്ങനെ പ്രണയം തോന്നുമ്പോ നമ്മൾ പറയുമല്ലോ, നിന്നെ ഞാൻ അങ്ങനെ ആക്കും, അങ്ങനെ 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 ഒരു അല്ല, പൈങ്കിളി ലവ് അല്ല, അങ്ങനെ ഒരു വ്യക്തിയല്ല പുള്ളിക്കാരൻ. അങ്ങനെയൊന്നും ലവ് ഒന്നും ചെയ്യാനൊന്നും അറിയില്ല. അപ്പോ ഞാനങ്ങ് പോയി. അപ്പൊ ഇതെല്ലാം ഒരു അടുത്താണ്, നമ്മളെ വീടും ശശിയേട്ടൻ്റെ ഓഫീസൊക്കെ അടുത്താണ്, മുരളി മൂവീസൊക്കെ. അപ്പൊ ഞാനൊരു ദിവസം കയറിപ്പോന്നു അവിടെ ഒരു കുട്ടീനെയും വെച്ചിട്ട്. അപ്പോൾ ശശിയേട്ടൻ ചോദിച്ചു, എന്താന്ന് ചോദിച്ചു. അവനല്ല കാണാൻ വന്നു എന്ന് പറഞ്ഞു. കണ്ടില്ല പോന്ന് പറഞ്ഞു. ഞാൻ ഇതെന്ത് ഈ മനുഷ്യൻ അവിടെ നന്നായി ഉണ്ടായിരുന്നു, ഇവിടെ എന്തെങ്കിലും ഈ കുഴപ്പം എന്ന് പറഞ്ഞ് ഞാനങ്ങ് പോയി. പിന്നീട് ഒരു പിറ്റേ ദിവസം വിളിച്ചിട്ട്, നീ ഒന്ന് വരുമോ അവിടെ നിന്ന്? വരാമെന്ന് പറഞ്ഞു. പോയപ്പം എനിക്ക് എന്നെ ഒന്ന് മേക്കപ്പ് ടെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. എടുത്തു. ഇത് രാവിലെ എടുക്കുന്നേ. രാവിലെ എടുത്തിട്ട് ഉച്ചയായപ്പോൾ ശശിയേട്ടൻ പറഞ്ഞു, ഒന്നും കൊള്ളൂല, സ്റ്റിൽസ് ഒന്നും കൊള്ളൂല എന്ന് പറഞ്ഞു. ആ സ്റ്റിൽസിൽ എവിടെയോ ഒരെണ്ണം നന്നായിരുന്നു. അപ്പം നീ എന്താ രാവിലെ എണ്ണയൊക്കെ വെച്ചിട്ട് വന്ന തലയിൽ? ഞാൻ പറഞ്ഞു ഒന്ന് തലയൊക്കെ വാഷ് ചെയ്തിട്ട് വരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരാം. എന്നാലും തലയൊക്കെ വൈകുന്നേരം വാഷ് ചെയ്തിട്ട് പോയപ്പം പുള്ളി തന്നെ സ്റ്റിൽസ് എടുത്തു. ആ സ്റ്റിൽസാണ് ഈ അവളുടെ രാവുകളുടെ ആ ഷർട്ട് ഇട്ടിട്ടുള്ള ആ സ്റ്റിൽസ്. അതെടുത്തപ്പോൾ എല്ലാം നന്നായിരുന്നു. അങ്ങനെ 1977 ഒക്ടോബർ 5 ഈ പടം തുടങ്ങി, ഒരു ബുധനാഴ്ച. അപ്പം മേക്കപ്പൊക്കെ ഇട്ട് ദേവസേന മേക്കപ്പൊക്കെ ഇട്ട് ദേവസേന പറഞ്ഞു 9 മണിയാവട്ടെ ഷോട്ട് എടുക്കാമെന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. 9 മണിക്ക് ഷോട്ട് എടുത്തു എല്ലാം കൂടി. അപ്പം എൻ്റെ ഷോട്ട്സൊക്കെ എടുക്കുകയാണ്. രവിയണ്ണനാണ് ഹീറോ, രവികുമാർ. പുള്ളി വന്നില്ല. പുള്ളി എറണാകുളത്ത് നിന്ന് വരികയാണ്. അവിടെ 3 മണിയാവും. ഉച്ചയായപ്പം ശശിധരൻ പറഞ്ഞു, ഇത് ഒരു ട്രെയില് പോലെയാണ്, വൈകുന്നേരം ഇത് കണ്ടിട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയും. ഞാൻ പറഞ്ഞു, റഷ് കാണണോ? അതെന്തിന്? അല്ല അങ്ങനെയാണ്, അതിൻ്റെ റഷ് കണ്ടിട്ട് വേണം എനിക്ക് ഡിസൈഡ് ചെയ്യാൻ. ഞാൻ ആകെപ്പാട് ഈ മനുഷ്യൻ എന്താന്ന് ഉറപ്പ് വന്ന് ചെയ്തൊരു സാധനം. അങ്ങനെയല്ല, ഉറപ്പല്ല, എനിക്ക് അങ്ങനെയല്ല. ഞാനിങ്ങനെ കാഷ്വലായിട്ടാ പോയിരിക്കുന്നത്. പക്ഷേ ഡാൻസിൽ കമാന്നൊരു വാക്ക് പറഞ്ഞില്ല. ഞാൻ ഹീറോയിൻ ആവാൻ പോകുന്നൊന്നും അങ്ങനെയൊന്നുമില്ല. എനിക്കെന്തറിയോ, എനിക്കതാണ് പ്രധാനം, ഇതല്ല. അപ്പം അതുകൊണ്ട് അവിടെ ഞാൻ കമാൻഡ് നന്നായി. ഏതായാലും അവരടുത്ത് പറഞ്ഞില്ലല്ലോ, ഇതൊക്കെ വിചാരിച്ച് ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി. നമുക്ക് ഇരുന്നാലോ? ഉറങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് രവിയണ്ണ വന്നു. രവിയണ്ണ വന്നിട്ട് 5 മണിയായപ്പോൾ ഒരു ഷോട്ട് എടുത്തു. അത് അറിയാം, അവളുടെ ഒരു ജനലിൽ നിന്നിട്ട് ഒരു ഷോട്ടായിരിക്കും രണ്ടുപേരും സംസാരിക്കുന്നത്. ആദ്യത്തെ ഷോട്ട് ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയത്, ഇതാണോ അച്ഛ, ഇതാണോ അമ്മ, പൊന്നുവച്ചിനെയും ബഹദൂർക്കേനെയും കാണിക്കും. അതാണ് ആദ്യത്തെ ഷോട്ട്. ഈ ഷോട്ടായപ്പം റെഡി 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 ഷോട്ട് റെഡി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി അങ്ങ് ഇതാക്കി. ഞാൻ ഉണ്ടോ ഇല്ലയോ ഒന്നും പറയുന്നില്ല. അപ്പോൾ ഞാൻ രവികുമാറിൻ്റെ അടുത്ത്, രവിയണ്ണൻ്റെ അടുത്ത്, അണ്ണാ ഒന്നാങ്കരി എന്നതേ അണ്ണാവാന്ന്. ഞാൻ പറഞ്ഞു, അണ്ണാന്ന് കൂപ്പിടക്കൂടാതാ? ഇല്ല അണ്ണാതാനാന്ന് ചോദിച്ചു. അണ്ണാതാ ഞാൻ இந்த படத்தில் இருக்கேனான்னு ചോദിച്ചു. തമിഴാ പറയുന്നത് മിക്കവാറും. இந்த படத்தில் இருக்காനാന്ന്, നീതാ ഹീറോയിൻ. சொல்ல மாட்டாங்களே இவங்கெல்லாம் എന്ന് പറഞ്ഞു. പറയില്ലേ ഇവരൊന്നും?
ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അഭിനയിപ്പിക്കുന്നില്ലേ, അത് മതി അങ്ങേരുടെ റൂഡ്. അപ്പം ഞാൻ അങ്ങനെ അഭിനയിച്ചു. അങ്ങനെ തുടങ്ങിയതാണ് അവളുടെ രാവുകൾ. അതായത് അവളുടെ രാവുകൾ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ആദ്യത്തെ ദിവസത്തെ ഫുൾ ഷൂട്ട് തീരുന്നവരെയും സീമ ചേച്ചിക്ക് നായികയാണെന്നുള്ളൊരു അറിവ് കിട്ടിയിട്ടില്ല അല്ലേ? നായികയാണെന്നുള്ളത് അറിയാം, ആ. നായികയാണ്. പക്ഷെ അതിൻ്റെ ഒരു ത്രില്ലോ കമ്പോ അങ്ങനെയൊന്നും എനിക്കില്ല. നോർമൽ. ഇനിയും പറഞ്ഞാൽ അത് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ ഇടയ്ക്ക് പോയി ഗ്രൂപ്പിൽ പോയി ഡാൻസ് ചെയ്തിട്ട് വരും. വേറെ പടത്തില് ഡാൻസ് ചെയ്തിട്ട് വരും ഗ്രൂപ്പ് ഡാൻസ് ഗ്രൂപ്പില്. അയ്യോ, അങ്ങനെയാണ്. അപ്പം 11ാമത്തെ ദിവസം എൻ്റെ അമ്മ ചോദിച്ചു, നീ പോയിട്ട് എല്ലാവരും നടന്നാ പോന്നെ. ഞാൻ നടക്കും, ദേവസേന നടക്കും, വിപിൻ ദാസ് സാർ നടക്കും, സുഖുവേട്ടൻ നടക്കും, പപ്പേട്ടൻ നടക്കും, എല്ലാവരും നടത്തണ്ടാ വരുന്നേ. ദേവസേട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ മമ്മൂക്കയുടെ കൂടെയുള്ള ജോർജിന്റെ അച്ഛൻ. എല്ലാവരും നടന്നാ വരുന്നേ. അപ്പൊ അമ്മ ചോദിക്കും, നീ എന്തുവാ മോളെ പറയും, നീ അഭിനയിക്കാനാണോ പോന്നെ? ഞാൻ പറഞ്ഞു, ആണമ്മ, ഞാൻ അഭിനയിക്കുന്നമ്മ, സത്യമായിട്ട് അഭിനയിക്കുന്നമ്മ. എന്നിട്ട് അന്ന് വൈകുന്നേരം തന്നെ ഞാൻ ആൽബം കൊണ്ടുപോയി കാണിച്ചു. അപ്പോഴമ്മ വിശ്വസിച്ചേ. ഇത് ദിവസം നടക്കുന്നു, പോന്നു, ഡാൻസിലെങ്കിലും ഒരു കാറ് വരുന്നുണ്ട്, ഇത് ഒന്നുമില്ല ഹീറോയിനാണെന്നും പറയുന്നു, ഉള്ളു നടന്നു പോന്നു. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഒരു നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. എന്നിട്ട് 11 ദിവസമൊക്കെ ആകുമ്പോൾ ഞാൻ പറയും, ശശിയേട്ടാ എനിക്ക് മറ്റേ പടത്തിൽ കണ്ടിന്യൂറ്റിയാണ്, എനിക്ക് പോകണം ഡാൻസിൽ എന്ന്. എന്നാ പൊയ്ക്കോന്ന് പറയും. പോയി ഡാൻസ് ചെയ്തിട്ട് വരും. കണ്ടിന്യൂറ്റി ഒന്നുമില്ല, ചുമ്മാ കാശിന് വേണ്ടി പോകും. ഞാൻ കണ്ടിട്ടുള്ള, ഞാനിപ്പം നമ്മൾ പല വല്ല അവാർഡ് നൈറ്റുകളിലോ അല്ലെ ഞാൻ ചെയ്തിട്ടുള്ള വേറെ പരിപാടിയിലൊക്കെ വന്നിട്ടുള്ളപ്പം ഈ സീമ ചേച്ചിയും അത്യാവശ്യം എന്താ നമ്മൾ പറയുന്നത്, ഈ തന്റേടി എന്ന് പറയുന്ന ഒരു പരിപാടി സീമ ചേച്ചിക്ക് ഇപ്പൊ ഉണ്ട്. അപ്പൊ എന്തുമാത്രം അന്നേ ഉണ്ട്. ശശി സാറും ഇത്രയും വളരെ വിപ്ലവകാരിയായ ഡയറക്ടറാണ്. ഇപ്പം ഞാനിപ്പോ ആമോദി പറഞ്ഞു, ഒരു കൊല്ലം 12 പടം എന്ന് പറഞ്ഞാൽ മാസത്തിലൊരു പടമായി, അതിൽ ഭൂരിപക്ഷവും ഹിറ്റായി. ഇതിനൊക്കെ ലൊക്കേഷൻ കാണണം, തിരക്കഥ സെലക്ട് ചെയ്യണം, ഡേറ്റ് എടുക്കണം, പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യണം, ഇതൊക്കെ ചെയ്യേണ്ട ഒരു പടം ഇറങ്ങൂലല്ലോ. അപ്പൊ അദ്ദേഹവും ഇത്രയും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഒരു വലിയ കമാൻഡിങ് പവറും വലിയൊരു നിയന്ത്രണമൊക്കെ ഉള്ള ഒരാളാണ്. രണ്ടുപേരും ഇങ്ങനെ ആയി കഴിഞ്ഞാല് ഇതെങ്ങനെ നിങ്ങൾ തമ്മിൽ വഴക്കില്ലാണ്ട് പോകുന്നു? രണ്ടുപേരും ബിസി ആയതുകൊണ്ട് വഴക്കില്ല. വഴക്കിടാൻ നേരമില്ല. 12 പടം ചെയ്യുന്നതിനിടയിൽ എവിടെയിട്ട് വഴക്ക്. സീമ ചേച്ചി ഇവിടെ ഇങ്ങനെ ഓടുന്ന ഫോട്ടോകളില് ഞാൻ പെട്ടെന്ന് നോക്കുമ്പം സീമ ചേച്ചിയുടെ വിവാഹ ഫോട്ടോയില് സീമ ചേച്ചിയുടെയും ശശാറിന്റെയും നടുക്ക് ഒരു സിമ്പിളൻ ചെറുക്കൻ ഇൻഷർട്ടൊക്കെ ചെയ്ത് ഷെയ്ഖാന്റെ കൂടത്ത് ഇങ്ങനെ ചോരത്തിളപ്പോട് കൂടി നിൽക്കുന്ന രവീന്ദ്രനായിരിക്കും അല്ലേ? അയാളാ ഇടയ്ക്ക് കയറുന്നത്. എന്നാ ഇടയ്ക്ക് കയറാൻ പോവാണ്. നിരവധി ചിത്രങ്ങളിൽ നായകനായും വില്ലനായും സിനിമയുടെ സമസ്ത മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. ഒരുപക്ഷെ വടക്കേ ഇന്ത്യയിലൊക്കെ തുടങ്ങിയ ഡിസ്കോ, നമ്മൾ ഈ ഫ്ലോറിൽ നിന്ന് കളിക്കുന്ന ഡിസ്കോ എന്ന് പറയുന്ന ഒരു കാര്യത്തെ കേരളത്തിലേക്ക് കപ്പൽ കയറ്റി കൊണ്ടുവന്ന ഒരാളാണ്. വളരെ വൈബ്രന്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. സ്നേഹത്തോടെ ഓർമ്മയിൽ നിന്നും IV ശശി എന്ന ഈ ലക്കത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അഭിനേതാവ് ശ്രീ രവീന്ദ്രൻ. ഈ ശശിയേട്ടനല്ലേ സിനിമയിലേക്ക് കൊണ്ടുവന്നത്? മലയാളത്തില് എന്റെ ഉടുതലാകം റിലീസായ സമയം. അപ്പോൾ ഉടുതലാകം റിലീസായി നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആണ് പാവമണിയുടെ അവർ വന്ന് എന്നെ അടുത്ത് മീറ്റ് ചെയ്ത് പറഞ്ഞതങ്ങനെ ശശിയേട്ടൻ്റെ ഒരു പടമാണ് ഒറ്റയാനെന്ന് പറഞ്ഞ നോവല്, പ്രഭാകരൻ പുത്തൂരിൻ്റെ അശ്വരഥം. അതിനുശേഷം എനിക്ക് തോന്നുന്നു രവിയേട്ടന് ഇടനിലങ്ങൾ എന്ന് പറഞ്ഞൊരു പടമുണ്ട്, രംഗം എന്ന് പറഞ്ഞൊരു പടമുണ്ട്, അഭയം തേടി, കരിമ്പിൻ പൂവിനക്കരെ, കുറെ പടമുണ്ട് നിങ്ങൾ. അതെ, എന്നാലും കുറെ പടമുണ്ട് രവിയേട്ടന്. ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ആദ്യം ഞാൻ അഭിനയിക്കുന്നത് വന്നിട്ടുള്ളത് അശ്വരഥാണ്, ശശിയേട്ടൻ്റെ പടം. അങ്ങനെ മലയാളത്തിലേക്കുള്ള ഒരു എൻട്രി വെച്ചേക്കണേ. എനിക്കിതൊന്നും ശരിക്കും അറിയില്ലായിരുന്നു. അപ്പോഴാണ് ഞാൻ പോയിട്ട് ഒരു അബദ്ധം കാണിച്ചത്. വന്നിട്ട് സ്വന്തം എന്ന പദം. അപ്പോൾ എൻ്റെ അടുത്ത് ഒരിക്കൽ ശ്രീകുമാരൻ തമ്പി ഇങ്ങനെ കൈലാസ് എൻ്റെ കൂടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണല്ലോ, അങ്ങനെ ഞാൻ പ്രിവ്യൂവിന് പോയതാണ് ചേംബറിൽ. അപ്പോൾ എന്നോട് പറഞ്ഞോടോ താൻ കാശ്മീർ വരുന്നോന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ് ശരി ഞാൻ കാശ്മീർ പോരാം എന്ന് പറഞ്ഞു. ഞാൻ കുഴപ്പമില്ല, ഒരു തരം റിലീസായ സമയത്താണ്. അപ്പം ഞങ്ങൾ നേരെ ചുമ്മാ കാശ്മീർ കാണാമല്ലോ എന്ന് വിചാരിച്ചൊരു ഗസ്റ്റ് അപ്പിയറൻസ് ഉള്ള ഒരു ഷോർട്ട് സിനിമയ്ക്ക് ഞാൻ പോയി. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു, ഞാനൊരു ഹീറോ ആയിട്ട് അതിൻ്റെ ബുക്ക് ചെയ്ത് അഡ്വാൻസ് മേടിച്ച സമയമാണ്.
ഏത് പടം? ഈ ഒറ്റയാൻ അശ്വരഥത്തിനകത്തേക്ക്. അപ്പോൾ അവിടെ വെച്ചാണ് ഞാൻ പോയി തിരിച്ചു വന്നപ്പോൾ ശ്രീവതിയമ്മ അതിനകത്തുണ്ട്. നിങ്ങളുടെ ഹീറോ അവിടെ പോയി അഭിനയിക്കണമെന്ന് ഉടനെ എന്നെ ശശിയേട്ടൻ വിളിപ്പിച്ച്, നീ എന്ത് അവിടെ പോയി? ഞാൻ പറഞ്ഞു എനിക്കറിയാവോ ഇങ്ങനെ പോകാൻ പാടില്ല എന്നുള്ളത്. നിന്റെ ഞാൻ വന്നിട്ടൊരു ഹീറോ ആയിട്ട് അവിടെ അവതരിപ്പിക്കായിരുന്നല്ലേ, നീ അത് നശിപ്പിച്ചില്ലേ എന്ന് പറഞ്ഞ്. അങ്ങനെയാണ് ആക്ച്വലി വന്നിട്ട് മഞ്ഞിലൊഴിച്ച പൂക്കളത്ത് ഞാൻ പിന്മാറാൻ കാര്യം. അപ്പം ഞാൻ പറഞ്ഞ് ദേവസ്യേട്ടൻ എന്നെ കൊണ്ടുവന്നിട്ട് ഞാനും ശങ്കറും പോയി അഡ്വാൻസ് പിടിച്ചായിരുന്നു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളില് മോഹൻലാലിൻ്റെ റോള്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലല്ലോ മോഹൻലാലിന്റെ വേഷത്തിന് രവിയേട്ടൻ അഡ്വാൻസ് മേടിച്ചിട്ടുണ്ട്. ആ ദേവസ്യേട്ടനെ ഞങ്ങളുടെ അടിവരെ കൊണ്ടുപോയ. അപ്പൊ ഞാനിവിടെ വന്നപ്പോ എനിക്കിത് അറിയില്ല എന്താന്ന്. ഞാൻ ശശിയേട്ടനോട് പറഞ്ഞ്, ശശിയേട്ടാ ഞാൻ വേറൊരു പ്രശ്നം കൊണ്ടിട്ട് ചോദിച്ചു. എൻ്റെ അടുത്ത് ഇങ്ങനെ എനിക്കറിയില്ലല്ലോ ഹീറോ ആയിട്ട്. അപ്പൊ അന്ന് നല്ല റേറ്റ് തന്ന് ബുക്ക് ചെയ്തേക്കുവാണ് ശരിക്കും. എന്ന് പറഞ്ഞ് ഇങ്ങനെ നീ വേറെ ഒന്നും ചെയ്യാൻ, അപ്പൊ എൻ്റെ അടുത്ത് വേറെ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞില്ലായിരുന്നു. പലരും അദ്ദേഹത്തെ പറ്റി പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളതിൽ ലാലേട്ടൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സിനിമ കാണുക എന്നാണ് നമ്മൾ പൊതുവെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മൾ പലപ്പോഴും സിനിമയെ സംബന്ധിച്ച ആളുകൾ തിയേറ്റർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സിനിമ അനുഭവവേദ്യമാക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലുണ്ട്. ഫീൽ ദ ഫിലിം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിച്ചതിനകത്ത് IV ശശി എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ വളരെ വലുതാണ്. ഒന്ന്, അന്നോളം സിനിമകൾ നമ്മൾ കാണുമായിരുന്നെങ്കിലും ഡയറക്ടറുടെ പേര് കേട്ട് തിയേറ്ററുകളിലുള്ള ആൾക്കാർ പോയി തുടങ്ങിയത് അല്ലെ, ഡയറക്ടറിന്റെ പേര് കേട്ടിട്ട് ഇത് ആരാണ്, പിന്നെ അതിലെ ഹീറോ ആരാണെന്നൊന്നും നോക്കില്ല. ഇദ്ദേഹത്തെ ശശിസാറിന് തന്നെ ആദ്യത്തെ പടം എനിക്ക് തോന്നുന്നത് ഉത്സവം. അന്ന് ഉമ്മർ സാർ അത്ര ഹീറോ അല്ല, അദ്ദേഹത്തിനെ പിടിച്ച് ഹീറോ ആക്കിയിട്ടാണ് സിനിമ കൊണ്ടിരുന്നത്. ഇപ്പൊ അവളുടെ രാവുകൾ പോലുള്ള പടങ്ങൾ എടുത്താല് അന്നത്തെ ഹീറോ ആയിട്ടുള്ള ആൾക്കാർ ഓൾമോസ്റ്റ് ഒരു നെഗറ്റീവ് സ്വഭാവമുള്ള ക്യാരക്ടറുകൾ അവർക്ക് കൊടുത്തിട്ടാണ് സിനിമ ചെയ്യുന്നത്. വലിയ ഒരു വിപ്ലവമായിരുന്നു ആ സമയത്ത്. അങ്ങനെയുള്ള സിനിമയെ ഭയങ്കരമായിട്ട് സ്നേഹിച്ച ഒരു വ്യക്തിയാണ്. സിനിമ എന്ന് പറഞ്ഞാൽ ശശിയേട്ടന് ഭയങ്കര സംഭവമാണ് ശരിക്കും. അത്ര ഒരു ക്രേസ് തന്നെയാണ് ശരിക്കും ശശിയേട്ടനെ. അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കാത്ത ഒരുപാട് പേരുണ്ട് ശരിക്കും ശശിയേട്ടന് സിനിമ കഴിഞ്ഞ് വേറെ ഒന്നുമില്ല. സുഷാരത്തിൽ പോലും ഒരു സംശയം, മഞ്ഞിൽ ഓടാൻ പറയും, ഉരുളാൻ പറയും. അപ്പൊ പിള്ളേരൊക്കെ പറയും ശശിയേട്ടാ അത് അവര് ചത്തുപോകുന്ന് പറയും. കല്യാണം കഴിഞ്ഞിട്ടുള്ള പരിപാടിയായത്. ഇല്ല, ശശിയേട്ടൻ അത് നോക്കൂല. ശശിയേട്ടൻ അങ്ങനെ വരുന്ന ഓടുന്ന അവിടെ നിന്ന് താഴെ വന്ന് ഞാൻ പറഞ്ഞു ശരിയാന്ന് പറഞ്ഞു, ഞാൻ ചെയ്യാന്ന് പറഞ്ഞു, ചെയ്ത് ഫെയിൻഡ് ഔട്ടായി. പിന്നെ അന്ന് പാക്കപ്പ് ഷൂട്ടിങ്. ഈ തുഷാരത്തിലാണോ ജയന്റെ പകരം രതീഷ് അഭിനയിച്ചുള്ള പടമല്ലേ തുഷാർ എന്ന് പറയുന്നത്? അതിനുശേഷം എപ്പോഴാണ് ജയൻ സാറുമായിട്ട് കൂട്ടായത്? അല്ല, ഞങ്ങള് ഈ മനോഹര തീരത്തിൽ തന്നെ ജേട്ടനുണ്ട്. അപ്പോഴാണ് അന്നാണ് ഞാൻ ജേട്ടനെ കാണുന്നത്. അവിടെ വെച്ചിട്ടാണ് ജേട്ടനെ കാണുന്നത്. അപ്പം അതുകൊണ്ട് അവര് നല്ല ഫ്രണ്ട്സാണ്. ആ സൗഹൃദത്തിൽ പിന്നെ എനിക്ക് തോന്നുന്നു അങ്ങാടി, കാന്തവലയം, ഹിറ്റ് പടങ്ങൾ, മീൻ, കരിമ്പന, എത്ര പടങ്ങളാണ് ഈ സൈസ് പടങ്ങൾ ഈ കൊമേഴ്സ്യൽ ഹിറ്റ് അടിക്കുന്ന. ഒരുപക്ഷെ ഞാൻ അന്നത്തെ എപ്പിസോഡ് പറഞ്ഞു, കഷ്ടിച്ച് 6 വർഷമാണ് ജയൻ എന്ന് പറയുന്ന ഒരു നടൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നത്. അതിൽ അദ്ദേഹം സൂപ്പർ സ്റ്റാറായി മാറുന്ന പടങ്ങളുടെ ഒരു വലിയ പട്ടികയെടുത്താൽ ശശിസാറിന്റെ പേരുകളുണ്ട്. അത്രയും പട്ടങ്ങള് ചെയ്തിട്ടുണ്ട്. ശശി എന്ന് പറഞ്ഞാല് അതാണ്. ബാക്കി ആക്ടേഴ്സ് ഒന്നും വലിയ ഇമ്പോർട്ടന്റ് ഇല്ല. ഞങ്ങളെല്ലാവരും ശരിക്കും IV ശശിയുടെ പടം എന്നേ പറയുള്ളൂ. ശശിയുടെ ഹിന്ദിയിൽ 5-6 പടം ചെയ്തിട്ടുണ്ട്. അതെ, തമിഴില് ചെയ്തിട്ടുണ്ട്, തെലുങ്ക് ചെയ്തിട്ടുണ്ട്. അലാവുദ്ദീനും അത്ഭുതവിളക്ക് എന്ന് പറയുന്ന ഒരു പടത്തില് കമലഹാസനും രജനീകാന്തും ഉണ്ട്. ആ ഹിന്ദി പടത്തിൽ ഞാൻ ഡാൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡാൻസ് മാത്രം അല്ല ശശിയേട്ടൻ. ഇവിടുന്ന് ഒരാൾ പോയിട്ട് ഹിന്ദിയൊക്കെ അന്ന് മറ്റേ വലിയ നമ്മൾ കേൾക്കുന്ന പുറം പാർട്ടിക്കാരെ അടുപ്പിക്കാത്ത ഒരു ചുറ്റുപാടുള്ള സമയത്താണ് ഹിന്ദി പടം ഒരു 5-6 ഇല്ലേ? 5-6 ചെയ്തിട്ടുണ്ട്. 5-6 ഹിന്ദി പടം ഉണ്ട്. കരിഷ്മ, പതിത, തമിഴിലെന്താ കാളിയൊക്കെ ഭയങ്കര ഹിറ്റ് ഫിലിം. രജനീകാന്ത്, കമലഹാസൻ, കാളി, ഗുരു. ഈ കമലഹാസൻ രജനീകാന്ത് അന്ന് ഇത്ര സ്റ്റാർ ആയിട്ട് നിൽക്കുമ്പോൾ ഈ 2 പേരെയും വെച്ചിട്ട് അവിടെ പോയി പടം ചെയ്യുക, തെലുങ്കിൽ പോയി പടം ചെയ്യുക. ഇതിന്റെ കൂട്ടത്തെയും മലയാളത്തിൽ ഒരു കൊല്ലം 10-12 പടം ചെയ്യുക. ഇവർക്ക് മാത്രമേ ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 10-30 മണിക്കൂർ ഉണ്ടായിരുന്നു. നമുക്കൊക്കെ 24. ശശിയേട്ടൻ ഹൈദരാബാദില് പടം ചെയ്യുമ്പം മോർണിംഗ് ഫ്ലൈറ്റിൽ ഇവിടുന്ന് ഹൈദരാബാദ് പോകും. അവിടെ ഷൂട്ട് ചെയ്തിട്ട് നൈറ്റ് ഫ്ലൈറ്റിൽ ചെന്നൈ വരും. ഇവിടെ ഒന്ന് എഡിറ്റ് ചെയ്യും. ഉറക്കൊന്ന് പറഞ്ഞതേ ഇല്ല പുള്ളിക്ക്.
ഉറങ്ങില്ല ഇവൻ ബാക്കി അതെ ടെക്നീഷ്യൻസിനെ ഉറങ്ങാൻ വിടൂല നീ. ഇല്ല ശശിയുടെ ഈ നാട് ഷൂട്ട് ചെയ്യുമ്പോ എനിക്കറിയാം 3 ദിവസം കണ്ടിന്യൂസ് ഇപ്പൊ ഞാൻ പറയട്ടെ, ദേവാസുരം എന്ന് പറഞ്ഞ പടത്തില് ആർട്ടിസ്റ്റിനെ വന്നിട്ട് പിരിക്കുകയാണ്. ഇന്ന സമയത്ത് അവർക്ക് മാത്രം, ക്യാമറമാനും ഉറക്കമില്ല, ശശിനും ഉറക്കമില്ല, അങ്ങനെ ആർക്കും ഉറക്കമില്ല. ലാലു, രേവതി, ഇന്നുവേട്ടൻ ഇവരൊക്കെ ഒരു സമയത്ത്, വേണുവേട്ടൻ, അങ്ങനെ കുറെ ആർട്ടിസ്റ്റ് ഓരോ സമയത്ത് അങ്ങനെ ഡിവൈഡ് ചെയ്യും. പക്ഷെ ഇവർക്ക് പകലും രാവും ഒക്കെ എല്ലാം ഒരുപോലെയാണ്. നമുക്കിപ്പം നേരത്തെ പറഞ്ഞില്ല അങ്ങാടി എന്നൊക്കെ പറഞ്ഞ പടത്തെ കുറിച്ച് പറയുമ്പം, അല്ലെങ്കിൽ ആദ്യം അവളുടെ രാവുകൾ എന്ന് പറഞ്ഞ പടം വരുമ്പം നീയാണ് ഹീറോ എന്ന് നിന്നോട് പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചു എന്ന് പറയുന്ന ആളാണല്ലോ രവികുമാർ സാർ. അദ്ദേഹം ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ശശി ഓ ഉണ്ടോ? എൻ്റെ ഒരു ആത്മസുഹൃത്തായിരുന്നു അദ്ദേഹം. ഞാൻ ആദ്യ പടം ചെയ്തത് IV ശശിയുടെ അയൽക്കാരി എന്ന് പറഞ്ഞാണ് 1977 ഹൈദരാബാദ്. അത് കഴിഞ്ഞിട്ട് 40 പടങ്ങൾ ചെയ്തിട്ടുണ്ട് IV ശശിയുടെ പടം. ഇന്ന് ഞാൻ ഇവിടെ ഇരുന്ന് രവികുമാർ എന്ന് പറഞ്ഞൊരു അഡ്രസ്സ് മലയാളത്തിൽ തന്നത് അവളുടെ രാവുകൾ എന്ന് പറഞ്ഞ പടം എനിക്കൊരു നല്ല ക്യാരക്ടർ തന്ന് മലയാള സിനിമയിൽ ഒരു നല്ല എൻട്രി. അതിനു മുമ്പ് ഞാൻ പടങ്ങൾ ചെയ്തിട്ടുണ്ട്, എങ്കിലും ഒരു അംഗീകാരം കിട്ടിയത്, ഒരു ഹീറോ എന്ന് പറഞ്ഞ ഒരു അംഗീകാരം കിട്ടിയത് അവളുടെ രാവുകൾ. ആ പടത്തിൽ കൂടിയായിരുന്നു സീമ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ജോലിയിലും അദ്ദേഹം ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അവിടെ ഫ്രണ്ട്ഷിപ്പ് ഇല്ല, ആരുമില്ല. അത് പ്രേം നസീർ ആയാലും ശരി, ആരായാലും ശരി, അങ്ങേരെ വിചാരിക്കുന്ന ആ എഫക്റ്റ് സീനിൽ വന്നേ ഒക്കൂ. പിന്നെ അദ്ദേഹം ഒരു ആർട്ട് ഡയറക്ടർ ആയതുകൊണ്ട് അങ്ങേര് വെക്കുന്ന ഫ്രെയിംസ് മുഴുവൻ, ഒരു 20 ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിലും ഒരു സീനിൽ, ഒരു ഷോട്ടിൽ അങ്ങേര് വെക്കുന്ന ഫ്രെയിംസ്, അത് വന്നിട്ട് ഒരു ആർട്ട് ഡയറക്ടർ ആയതുകൊണ്ട് കറക്റ്റായിട്ട് ആർട്ടിസ്റ്റിന് പൊസിഷൻ കൊടുത്ത് ആ ഫ്രെയിം ഭംഗിയാക്കും. ഞങ്ങൾ ആത്മസുഹൃത്തുക്കൾ വെളിയിലാവുമ്പോൾ വാടാ പോടാന്ന് തോന്നും, പക്ഷേ സെറ്റി വരുമ്പോൾ ഞാൻ അദ്ദേഹത്തെ ശശി സാറിനാ വിളിക്കുള്ളൂ. ആ റെസ്പെക്ട് ആ അങ്ങേരുടെ ആ പൊസിഷന് കൊടുത്തിട്ടുണ്ട്. മരിക്കുന്നവരേക്കും ഞങ്ങൾ വളരെ നല്ല സൗഹൃദത്തോടെയായിരുന്നത്. പക്ഷെ ഇന്ന് എൻ്റെ ആ സ്നേഹിതൻ ഇല്ലാതായിപ്പോയത് എനിക്ക് വലിയ ദുഃഖമുണ്ട്. ആ എന്നുള്ള അക്ഷരത്തിനോടുള്ള എന്തോ വിശ്വാസമോ പ്രണയമോ അല്ലെങ്കിൽ യാദൃശ്ചികതയോ, ആയോ പോവും. ഈ രണ്ടില് ആ വെച്ച് മാത്രം അദ്ദേഹത്തിന് ഒരുപാട് സിനിമകളുണ്ട്. അനുഭവം, അയൽക്കാരി, അഭിനന്ദനം, അകലെ ആകാശം, അഞ്ജലി, അംഗീകാരം, അഭിനിവേശം, ആനന്ദം പരമാനന്ദം, അവളുടെ രാവുകൾ, അനുമോദനം, അക്ഷരങ്ങള്, അങ്ങാടി, ആൾക്കൂട്ടത്തിൽ എത്ര പടങ്ങളാണെന്നറിയാം. അതുകൊണ്ട് മക്കൾക്കും അനു അനി അനുബന്ധം ഒക്കെ നമ്മൾ പറഞ്ഞില്ല. ഈ ഇത് ചോദിച്ചിട്ടുണ്ടോ സീമ ചേച്ചി എപ്പോഴും യാദൃശ്യമായിട്ട് വന്നതാണോ? അങ്ങനെയൊന്നും ഡീപ്പായിട്ടൊന്നും സംസാരിക്കാറില്ല. സിനിമയെ കുറിച്ച് വീട്ടിൽ സംസാരിക്കൂല ശശിയേട്ടൻ. പിന്നെ ഈ രണ്ടാം ഭാഗം വന്നതിന്റെ ഒരു അത്ഭുതമുണ്ട്. ഇപ്പം ബൽറാം വേഴ്സസ് താരാദാസ് ക്യാരക്ടർ 2 വന്നു, രണ്ടാം ഭാഗം അദ്ദേഹം തന്നെ ചെയ്തത് വന്നു. ദേവാസുരത്തിന്റെ 2 ഭാഗം രഞ്ജിത്ത് സാറ് ചെയ്തിട്ട് രാവണപ്രഭു എന്ന് പറയുന്ന പടം വന്നു. സിനിമകൾക്ക് ഒരു 2 ഭാഗം അല്ലെങ്കിൽ അതിന്റെ ഒരു തുടർച്ച ഉണ്ടാകുന്ന രീതിയിൽ അന്നേ എടുത്തു വെക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അതും അതിലെ കഥാപാത്രങ്ങളും എല്ലാം ഇത്രമേൽ ആൾക്കാർ ഓർത്തിരിക്കുക. അല്ലാതെ 2ാം ഭാഗത്തിന് പ്രസക്തിയില്ലോ. ഈ നാട് ഇനിയെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ, ഇത് 3ഉം ഒരു കോൺടെസ്റ്റിനെ ബേസ് ചെയ്തിട്ടുണ്ടാക്കിയ പടം. ഈ നാടിൻ്റെ അതേ സബ്ജക്റ്റിനെ എടുത്തിട്ട് അതേപോലത്തെ ഒരു കോൺടെസ്റ്റ് എടുത്തിട്ടാണ് ഇനിയെങ്കിലും എന്നുള്ളൊരു സാധനത്തെ കൊണ്ടുവന്നത്. അതിനുശേഷം അതേ കാര്യത്തിനെ തന്നെ പറയുകയാണ് ഇന്നല്ലെങ്കിൽ നാളെ. ഇത് 3നും ഒരു സംഭവം. ഈ നാട് ഇന്നലെ വരെ എന്നും പറഞ്ഞിട്ട് അതിന്റെ തുടർച്ച പിന്നെ ഇനിയൊന്നുണ്ട്. ഈ നിങ്ങൾ നല്ലോണം വാച്ച് ചെയ്താല് ഒരു പാട്ടുണ്ടെങ്കിൽ ഒരു സോങ് ഉണ്ടാവും. ഇപ്പം അനുബന്ധത്തിലൊക്കെ ഒരു സോങ് ഉണ്ടെങ്കിൽ തന്നാന്തനിയും ആ സോങ് തന്നാന്തളിയും കാട്ടുകുറിഞ്ഞിയും അത് വേറെ പടത്തിലെ റീ റെക്കോർഡിംഗ് ആയിരിക്കും. റീ റെക്കോർഡിംഗ് ആണ് സോങ് ആക്കുന്നത് ശശിയേട്ടൻ. അപ്പൊ നമുക്ക് എവിടെയോ കേട്ട പോലെ റീ റെക്കോർഡിംഗ് എപ്പോഴും മിക്കവാറും ഇത് ശ്യാം സാർ പറയും. റീ റെക്കോർഡിംഗ് ചേട്ടാ അത് നമ്മള് അതിൽ ചെയ്തില്ലേ റീ റെക്കോർഡിംഗ്, അത് സോങ് ആക്കി എങ്ങനെ ഉണ്ടാവും. പുള്ളിയാണ് അത് അങ്ങനെ മാറ്റിയെടുക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇവർക്ക് ഇത്രയും പടം ചെയ്യാൻ പറ്റുന്നതിനകത്ത് ഈ സൗഹൃദവും കോമ്പിനേഷനും ഇപ്പൊ എനിക്ക് ദാമോദരൻ മാഷുമായിട്ട് ഒരു 20-25 പടമെങ്കിലും ഉണ്ടാവും. ഷെരീഫ് സാറുമായിട്ടും ഒരു അത്രയും തന്നെ പടം
ഷെരീഫ് സാറേ ഞാൻ 2-3 പടം അഭിനയിച്ചു. ശശി സാറിന് പടങ്ങളുണ്ട്, ഇഷ്ടംപോലെ ആണ്, പടങ്ങളുണ്ട്. ശശി 80-ന് ശേഷം പിന്നെ ഷെരീഫുമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അത് പത്മരാജൻ, ജോൺ പോള്, MT വാസുദേവൻ സാർ, MT വാസുദേവൻ. അല്ല, അത് അങ്ങനെ 4 പേരിലേക്ക് മാത്രമായിട്ട് പോയി. താമരമാഷുമായിട്ടുള്ളത് പൊളിറ്റിക്കൽ സിനിമ, അങ്ങനത്തെ കുറച്ച് ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കാനായിട്ടായിരുന്നു. അതേ സമയത്ത് പത്മനാഭൻ സാറുമായിട്ട് വന്നിട്ടുള്ളതിനകത്തേക്കുള്ള പടങ്ങൾ നന്നായിട്ട് ചെയ്തിരുന്നു. ശശിയേട്ടനും ഭരതേട്ടനും ആയിരുന്നു പത്മനാഭന്റെ നല്ല സബ്ജക്റ്റിനെ പിരിച്ചെടുത്ത്. മിഥ്യ, അഭയം തേടി, അനുബന്ധമൊക്കെ ആൾക്കൂട്ടത്തിൽ സാറിന്റെ പടങ്ങളാണ്. അഭയം തേടിയാണ് ഞാൻ ആയിട്ടുള്ള ഉയരങ്ങളിൽ എന്ന് പറയുന്ന പടം. പോസിറ്റീവ് ക്യാരക്ടറായിട്ട് ആദ്യം എന്നെ കൊണ്ടുവന്നത് അതിനകത്ത് അഭയം തേടി. സച്ചി പ്രൊഡ്യൂസ് ചെയ്ത പടമാണ്. പ്രൊഡക്ഷൻ ഇതായിട്ട് നിന്നില്ലേ, സച്ചി പ്രൊഡ്യൂസ് ചെയ്ത പടം. നമുക്ക് ഒരാളെ കൂടെ, ഞാൻ ഇവിടെ വന്നപ്പോ നമ്മുടെ ഈ ഇപ്പം 1 കൊല്ലം 12 പടം എന്നൊക്കെ പറയുമ്പോ ഈ നമ്മുടെ ഓർമ്മയിലെന്ന് പറയുന്ന എപ്പിസോഡ് ഇങ്ങനെ കണ്ടുപോകുന്ന സ്ഥിരം പ്രേക്ഷകരിൽ ചിലർ അത്ഭുതത്തോടെ പറഞ്ഞിട്ടുണ്ട്, ഈ പരിപാടി വന്നപ്പോഴാണ് ഇത്രയും വലിപ്പമുള്ള ചില ആളുകളെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലായ ചില ആളുകൾക്ക് ഇത്രയധികം വലിപ്പമുണ്ടെന്ന് മനസ്സിലായത് അപ്പോഴാണെന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഒരു 150 ചില്ലറ സിനിമ സംവിധാനം ചെയ്ത ആളാണ്. അതായിരുന്നു അന്ന് ആമുഖമായി പറഞ്ഞത്. ശശി സാറിന്റെ ജീവിതത്തിലും സീമ ചേച്ചിയുടെ പ്രവചനം ഇത് എല്ലാവർക്കും അറിയാം. സ്വാഗതം ചെയ്യുന്നു വളരെ പ്രിയപ്പെട്ട ചന്ദ്രകുമാർ സാർ. ഒന്ന് ശശിയേട്ടന്റെ പടമായിരിക്കും, ഇല്ലെങ്കിൽ ചന്ദ്രന്റെ പടമായിരിക്കും. ചന്ദ്രേട്ടന്റെ 29 പടം ചെയ്തിട്ടുണ്ട്. സീമ ചേച്ചി 29 പടം ചെയ്തിട്ടുണ്ട്. ശശിയേട്ടന് വേണമെങ്കിൽ എന്റെ സെറ്റിൽ വരും, നമ്മളെ വിടറ, എനിക്ക് ഷൂട്ടിംഗ് ഉണ്ട് പറഞ്ഞു. 29 പടം ചെയ്തിട്ടുണ്ട്. അത് ഗ്രൂപ്പാണ്. ചന്ദ്രേട്ടെ, സത്യേട്ടെ, കുട്ടേട്ടെ, ഞങ്ങൾ 3 പേര്, അമ്പിളി, ഇങ്ങനെ നല്ല കോമഡി ഉണ്ട്. പുള്ളിക്കാരന് ഒരു ലവ് ലെറ്റർ കൊടുക്കും ഒരു ആർട്ടിസ്റ്റ് കേട്ടാ. പുള്ളിക്കാരന് എഴുതുന്നത് തന്നെ സത്യേട്ടന് എഴുതും, കാർബൺ കോപ്പിയാണ്. അത് ആ സമയത്ത് എല്ലാവർക്കും അറിയാവുന്ന കഥ. സിനിമയിലെ ഏറ്റവും കൂടുതൽ പാട്ട് പാട്ടി വാങ്ങിക്കും മിണ്ടിയ. ഞാൻ പറയില്ല. ചന്ദ്രേട്ടന് എഴുതുന്നതായിരിക്കും സത്യേട്ടന് എഴുതുന്നത്. ഇവരെല്ലാം 3 പേര് ഇവരായിട്ട് അറിയാവോ? ഉമാ സ്റ്റുഡിയോയില് ഷൂട്ടിംഗ് കഴിഞ്ഞ ഇവരൊക്കെ ഞങ്ങളൊക്കെ ഇരുന്ന് ഇതിൽ എന്താ എഴുതിയിരിക്കുന്നത്, അതിലെന്താ ഇതില് എല്ലാവർക്കും ഒരേപോലെ എല്ലാം കാർബൺ കോപ്പിയാണ് കത്തുകള്. പക്ഷെ ഒരു കാര്യം സീമ ചേച്ചി, ഞങ്ങളുടെ ഒരു കഴിഞ്ഞ എപ്പിസോഡിന് ഇവിടെ വന്നിട്ട് ഞങ്ങളതിന് ചന്ദ്രൻ എഫക്റ്റ് എന്നുള്ള പേര് വിളിക്കാൻ വരെ തുടങ്ങി. കാരണം ചന്ദ്രേട്ടനെ കുറിച്ചുള്ള കമന്റുകള്, അദ്ദേഹത്തിന്റെ വലിപ്പത്തെ കുറിച്ച് ആളുകൾ നമ്മളോട് സംസാരിച്ചതൊക്കെ വളരെ വലുതാണ്. അപ്പം ഈ ഓർമ്മയിലെന്ന് പറഞ്ഞ പരിപാടി ഒരു പർവ്വതം പോലെ വളർത്തി നിർത്തിയിരിക്കുകയാണ് ചന്ദ്രേട്ടനെ. നിങ്ങൾ വന്ന ഉടനെ ലവ് ലെറ്റർ എഴുതിയ കഥ പറഞ്ഞ് ലവിനൊക്കെ കൊള്ളൂല, വായിക്കാൻ മാത്രം കൊള്ളാം. 2 പേരും റൂംമേറ്റ് ആയിരുന്നു അല്ലേ? 2 പേരും റൂംമേറ്റ് ആണ്. 2 അല്ല 3 പേര്. കുട്ടേട്ടനും അനന്തകുട്ടൻ, 3 പേരും ഒന്നിച്ചാണല്ലോ എപ്പോഴും സിനിമ. ഞാൻ ഡയറക്ടറായി, അനന്തകുട്ടൻ്റെ ആദ്യത്തെ ഇൻഡിപെൻഡന്റ് ഫിലിം, സത്യൻ അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ, അങ്ങനെ ആരംഭിച്ചു. അങ്ങനെ തുടങ്ങി സീമ അഭിനയിച്ചതിൻ്റെ സീമ കല്യാണം തൊട്ടിട്ട് പ്രസവം വരെ എല്ലാം എൻ്റെ കാൾ ഷീറ്റിലാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകുന്നത്. ഓ, കാരണം 29 പടം എന്നൊക്കെ പറഞ്ഞാൽ എത്ര ദിവസത്തെ ഡേറ്റാ നിങ്ങളുടെ ഇരിക്കുന്നത്? എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ. അതല്ല പറഞ്ഞു, ഞാൻ പറയാറുണ്ട്, സീമ പൂർണ്ണ ഗർഭിണിയായിരിക്കുകയാണ്, 9 മാസം 10 മാസം. അപ്പം എൻ്റെ ഒരു പടം തീരം ബാക്കിയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, സീമ പോയാൽ ഇനി വരാൻ 6 മാസമാവും. അപ്പം ഷോർട്സ് ക്ലോസപ്സ് മാത്രം എടുത്തിട്ട് വിടാന്ന് പറഞ്ഞിട്ട് ഒരു ഗോസ്റ്റ് സിനിമയാണ്, ആരതി പറഞ്ഞിട്ട് സിനിമ. അപ്പോൾ സീമ ഫുൾ ഗർഭിണിയായിട്ട് വെള്ള സാരിയൊക്കെ കൊടുത്ത് മുടിയൊക്കെ ഇത്രയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ ഗോസ്റ്റ്. അപ്പോൾ ശശിയേട്ടമില്ല, ഒന്ന് പറഞ്ഞു വിടണം, അവൾ ഇവിടെ എവിടെയും കിടന്ന് പ്രസവിക്കും. അപ്പൊ സീമ പറയണ, ചന്ദ്രേട്ടന്റെ സെറ്റല്ലേ, എനിക്ക് സന്തോഷമുള്ളൂ, ഞാൻ ഇവിടെ. അങ്ങനെ പൂർണ്ണ ഗർഭിണിയായ ഒരു യക്ഷിയൊക്കെ മലയാള സിനിമയില് ഇന്നോളം വന്നിട്ടുണ്ടോ എന്നറിയില്ല. നിങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയേക്കുന്നുണ്ടല്ലോ, ഒരു കാലഘട്ടം മുഴുവൻ എന്തൊക്കെയാണ് കേൾക്കുന്നത്. 29 പടങ്ങളിൽ ശശിയേട്ടനുമായിട്ടുള്ള സൗഹൃദം എങ്ങനെയായിരുന്നു ചന്ദ്രേട്ടാ? ഞാൻ പറഞ്ഞില്ല ശശിയേട്ടന്, ഞാൻ സീമ എന്നെ ഇവിടെ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ശശിയേട്ടൻ വരുന്നത്. ശശിയേട്ടൻ സെറ്റിൽ വരുന്നത് എപ്പോഴും വരുന്നേടാ, അവിടെ നിന്ന് വിടറാ,
എനിക്ക് 2 ദിവസം വർക്ക് ബാക്കിയുണ്ടാ. അവളോട് എപ്പോൾ ചോദിച്ചാലും ചന്ദ്രേട്ടനോട് ചോദിക്കുക, ചന്ദ്രേട്ടൻ ചോദിക്കണം. ശശിയേട്ടന് ഭയങ്കര ദേഷ്യം വരും. പക്ഷേ ഞാനും ശശിയേട്ടനുള്ള ബന്ധം അതിനപ്പുറത്താണ്. ഞങ്ങൾ അല്ല, ഒരുപാട് പേര് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യും അപ്പോഴൊക്കെ. റിലീസ് പോലും ശശിയേട്ടൻ ഒരു പടം എടുത്തിട്ട് റിലീസ്, ആ കൊല്ലം ശശിയേട്ടൻ എനിക്ക് 10 പടം ഉണ്ടാവും, ശശിയേട്ടന് 12 പടം ഉണ്ടാവും. ശശിയേട്ടൻ അടുത്ത ആഴ്ച നിന്റെ അടുത്ത പടം റിലീസ്, അത് മാറ്റി വെക്കണം, എൻ്റെ പടം റിലീസ് ഉണ്ട്, നീ അത് മാറ്റി വെക്കണം. ശശിയേട്ടൻ വളരെ സ്പീഡിലുള്ള സംസാരിക്കുക. ശശിയേട്ടൻ അത് പറയും, അതൊന്നും പറയാൻ പറ്റില്ല, നീ അത് മാറ്റി വെക്കണം. ഇങ്ങനെ പറയും. അതിലൊരു സിനിമ തുടങ്ങുകയാണെങ്കിൽ ശശിയേട്ടൻ ചോദിക്കും, എന്താ സബ്ജക്റ്റ് അങ്ങനെ കേട്ടോ, എൻ്റെ സബ്ജക്റ്റിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്, അത് ചെയ്യണ്ട, മാറ്റിക്കോ, ഇങ്ങനെ പറയും. അത്ര ഞങ്ങൾ തമ്മിൽ അങ്ങനെ 78, 79, 80 3 കൊല്ലം ഹയസ്റ്റ് ഹീറോ ഞാനാണ്. 25 പടം, 25 പടം, 25 പടം ഒരു കൊല്ലം. അതായത് ഇത് നമ്മുടെ പ്രേക്ഷകരും കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 3 കൊല്ലം 75 പടത്തിൽ നായിക. ആർക്കും സാധിച്ചിട്ടില്ലെന്നല്ല, സാധിക്കുകയുമില്ല, ഒരിക്കലും ഉണ്ടാവില്ല. ടോട്ടൽ കരിയറിൽ 75 പടം എന്ന് പറയുന്നത് ഇനി പാടാണ്. ഇത് 3 കൊല്ലം എല്ലാ ആഴ്ചയും ആൾക്കാർ ഇങ്ങനെ പടങ്ങള് കണ്ടോണ്ടിരിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും കൂടെ. അയ്യോ, അതൊക്കെ ഇപ്പൊ നമുക്കേ, ഞാൻ ഒരിക്കൽ പറഞ്ഞല്ലോ, നമ്മുടെ വർത്തമാന കാലത്തിൽ ചില കാര്യങ്ങളേക്കും ആൾക്കാർ ഇതൊക്കെ നുണയാണ്, തള്ളാണെന്ന് പറയും. കാരണം അവിശ്വസനീയമാണ് ഇത്. നമുക്കൊരു മറ്റൊരാൾക്ക് അവിശ്വസനീയമായ കാര്യം പറഞ്ഞാൽ അവനത് പറയും, ഇത് നിങ്ങൾ ചെയ്തതാണ്, അതിന് തെളിവുകളുണ്ട്, നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ പടങ്ങളൊക്കെ ഇന്ന് ഉണ്ടെങ്കിൽ പോലും ഇത് കേൾക്കുന്ന ഞങ്ങൾക്ക് ഇതൊരു അവിശ്വസനീയമായ പ്രോസസ്സാണ് നിങ്ങൾ പറഞ്ഞത്. അവിശ്വസനീയമാണ്, അത്രയും പാടാണ് ഇത് ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. ഇവരുടെ ഒരു പ്രണയകാലത്തൊക്കെ ചന്ദ്രേട്ടൻ അതില് അറിയുമായിരുന്നോ? പുള്ളിന്റെ സെറ്റ് ഞാൻ കല്യാണത്തിന് പോന്നേ. അപ്പൊ പുള്ളിന്റെ പ്രൊഡ്യൂസർ ആരെച്ച പ്രഭു സാറ്, RS പ്രഭു സാറ്. മോളെ ഷൂട്ടിംഗ് ആണ്, വന്നേക്കൂല്ലേ? ഞാൻ കല്യാണം കഴിക്കാൻ പോവാണ്, എന്റെ അടുത്ത് ഡേറ്റ് വാങ്ങിച്ചിട്ട് പോകണം. ഇവിടെ നിന്ന് വാങ്ങിക്കുന്ന 27-ാം തീയതി വൈകുന്നേരം ഫ്ലൈറ്റിൽ വരികയാണ് ഞാൻ. കൂടെ എല്ലാവരും ട്രിവാൻഡ്രത്ത് നിന്ന് എല്ലാവരും കല്യാണത്തിന് വരുന്നവരൊക്കെ എൻ്റെ കൂടെ ഉണ്ട്. അപ്പം വന്നിട്ട് തിരിച്ച് 28 കല്യാണം കഴിഞ്ഞ് 29-ാം തീയതി മടങ്ങി അവിടെ തന്നെ പോന്നു. ശശിയുടെ പടങ്ങളൊക്കെ ഉള്ള വേറൊരു കാര്യം, പാട്ടുകളുടെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് പറയേണ്ടത് നമുക്ക് പോകാൻ പറ്റത്തില്ല. സൂപ്പർ ഹിറ്റായിട്ടുള്ള എത്രയോ പാട്ടുകളാണ്. ബിച്ചു തിരുമല, ശ്യാമാണ് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ പാട്ടുകൾ ഏറ്റവും ഉമ്മർ ഒക്കെ ചെയ്തിട്ടുണ്ട്. ശ്രീകുമാരൻ നമ്പി സാറ്, യൂസഫ് അലി കച്ചേരി സാറ്, ഈ വാഗപ്പൂമരം വലിയ പേഴ്സണൽ ഇഷ്ടമുള്ള പാട്ടാണ് വാഗപ്പൂമരം. സീമ ചേച്ചി, എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു പാട്ടിന്റെ അഭിരുചി തെരഞ്ഞെടുക്കൽ? മ്യൂസിക് ഡയറക്ടർക്ക് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുകയാണോ അതോ? പുള്ളിക്ക് ഭയങ്കര റിതം സെൻസ്, നല്ലോണം പാടും, നല്ല റിതമാണ് പുള്ളിക്ക്. ചന്ദ്രേട്ടന്റെ ഓർമ്മകളിൽ ഇനി ശശിയേട്ടനെ കുറിച്ച് പറഞ്ഞാൽ, ശശിയേട്ടനാണ് മലയാള സിനിമയിൽ സോങ്സ് ഏറ്റവും നന്നായി പിക്ചറൈസ് ചെയ്യാറുള്ളത്, മറ്റാരെക്കാളും. ഒരു ഏറ്റവും മിനിമം ഫെസിലിറ്റീസിൽ സിനിമ എടുത്തിട്ടുള്ള ഡയറക്ടറാണ് ശശിയേട്ടൻ. ഒരുപാട് ആർഭാടങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഒരു ആരിഫ്ലെക്സ് ക്യാമറ, സൂം ഉണ്ടെങ്കിൽ മാത്രം മതി, ആ സൂം മാത്രം ഉപയോഗിച്ചിട്ട് മനോഹരമായിട്ട് പാട്ട് പിടിച്ചു. അവളുടെ രാവുകളിൽ തന്നെ ഒരു സോങ് ഉണ്ട്, ഈ രാഗേന്ദ്ര കിരണങ്ങളിൽ ഒരു ഷോട്ട് ഉണ്ടാവും. ബീച്ചിൽ ഞാൻ കളിക്കും, ആൾക്കാർ 3 പേര്, മാസ്റ്റർ 1, വേറെ 2 പേരും ഉണ്ടാവും. സൈക്ലോൺ ആണ് അവിടെ. ഭയങ്കര സൈക്ലോൺ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ഞാൻ മാത്രം അവളുടെ റോൾ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നു. ശശിയേട്ടൻ്റെ ക്യാമറ എടുത്തിട്ട് ഇങ്ങനെ വരുന്നത്. അവിടെ നിന്ന് ഈ സ്ലമ്മെന്ന ആൾക്കാർ ഓടി വരുന്നു, ഞങ്ങളിവിടെ അവസ്ഥപ്പെട്ടോണ്ടിരിക്കുന്നു, നീ ഇങ്ങനെ പടം പടക്കും, ഷൂട്ട് പണ്ടെങ്കിലാവും, ഇതാ പറയുന്ന അടിക്കാൻ വന്നു എല്ലാവരും. ഒടുകോട്ടം. അങ്ങനെയാണ് പുള്ളി തന്നെ ഷോട്ട് എടുക്കും. അങ്ങനത്തെ ഈ നമ്മളീ പറഞ്ഞ പോലെ പാട്ടുകൾ പോലെ തന്നെ ഇപ്പൊ വർണ്ണപ്പേട്ടിലൊക്കെ വെള്ളി നിലാത്തുള്ളികളോ ഓക്കേല എന്നൊക്കെ പറയുന്ന വളരെ റിതമിക്കായിട്ടുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള പാട്ടാണ്. ഒരു മധുരക്കിനാലിൻ ലഹരിയിൽ എന്തോരം പാട്ടുകളാണല്ലേ, കറുത്തോണിക്കാരൊക്കെ ഉൾപ്പെടെ. പാട്ട് കേൾക്കലും പാടലും ഭയങ്കര, ഈ പാടും എന്നുള്ളത് ഒരു ഭയങ്കര ഭയങ്കര ഒരു ഇതാണ്. നല്ലോണം പതുക്കെ പാടും, നന്നായി പാടും. ഞാൻ പറയാറുണ്ട്, ഞാൻ ഒരു 14 ഡയറക്ടേഴ്സിനോടൊപ്പം അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടാണ് ഡയറക്ടർ ആയത്. പക്ഷെ എങ്കിലും ഞാൻ ടെക്നോളജി ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഹരൻ സാറുടെ അടുത്തുനിന്നായിരുന്നു. ഹരൻ സാറായിരുന്നു പുതിയ ടെക്നോളജി അന്ന് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ ഡയറക്ടറായി കഴിഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ശശിയേട്ടൻ്റെ സിനിമകളിലെ സോങ്സ് പിക്ചറൈസേഷനാണ്. അതൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും അത് ഫോളോ ചെയ്യാനും മോഷ്ടിക്കാനും ശ്രമിച്ചിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അത്യാവശ്യമൊക്കെ മോഷ്ടിച്ചിട്ടുണ്ട്. ഞാനിത് അയ്യോ എന്തൊരു ജനുവിൻ
അതായത് എന്നെ ശശിയേട്ടന്റെ, അതെ. ചന്ദ്രേട്ട ഈ സിനിമ മാറി പുതിയ കാലത്തെ സിനിമ എന്നൊക്കെ പറയുമല്ലോ, ഇതിനിപ്പോ ഇൻസ്പിറേഷൻ എന്നാണ് പേര്. ഇത്ര പച്ചക്ക് മോഷ്ടിച്ചിരുന്നു എന്ന് പറയുന്ന സത്യസന്ധത. അല്ല ഇപ്പൊ നല്ല അതുപോലെ ഇംഗ്ലീഷ് പടം അതിന് കൊറിയൻ കാരണമുണ്ട്. പടമൊക്കെ. അല്ല ഇൻസ്പയർ ചെയ്യും. അതിന് തന്നെ ശശിയേട്ടൻ ഫ്രെയിം ഇംപ്രവൈസ് ചെയ്യും. നമ്മളിപ്പോൾ എടുത്തോണ്ടിരിക്കുകയാണ്, അന്നേരമായിരിക്കും ഒരു സംഭവത്തിന് വിരലിന്റെ ഇടയിൽ കൂടി മുടിയുടെ ഇടയിൽ കൂടി ഒരു വിരൽ പോകുന്ന സാധനം പെട്ടെന്ന് പുള്ളിക്ക് ഐഡിയ വന്നാൽ ഉടനെ തന്നെ ക്യാമറ ജയനെ വിളിച്ചിട്ട് പറയും നമുക്ക് അതിനെ എടുക്കാന്ന് പറഞ്ഞ് ക്ലോസപ്പ് എടുക്കും. എന്നിട്ട് ആ വിരലിന്റെ ഇടയിൽ മറ്റേ മുടിയുടെ ഇടയിൽ കൂടി ഈ വിരൽ വരുന്ന ഷോട്ടൊക്കെ എടുക്കുന്നത്. 1921 എന്നൊക്കെ പറയുന്ന പടം 1921 എന്ന് പറയുന്ന പടത്തിന്റെ ഒക്കെ മാസ് ഫ്രെയിമുകൾ എന്ന് പറയുന്നതിൽ എത്ര ആൾക്കാരുടെ പെർഫോമൻസ് മോണിറ്റർ ചെയ്താലാണ്, മോണിറ്റർ അല്ല ഞാൻ പറയുന്ന ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ മോണിറ്റർ ചെയ്താലാണ്. കാരണം അതിനകത്തുള്ള ഇമോഷൻസ് എന്ന് പറയുന്നത് ഒരു നാട് അനുഭവിക്കുന്ന പ്രശ്നമാണ്. ഒരു സിനിമ ഒരു വ്യക്തിയുടെ പ്രശ്നമാണെങ്കിൽ നമ്മൾ ആ വ്യക്തിയുടെ മുഖത്ത് നോക്കിയാൽ മതി, നാട്ടുകാർക്ക് എന്തോ ആവാം. ഒരു നാട് അനുഭവിക്കുന്ന പ്രശ്നമാകുമ്പോൾ നാട്ടുകാർക്ക് മുഴുവൻ ഈ ഫീൽ വരണം. ഏതെങ്കിലും ബാക്കി നിൽക്കുന്ന ഒരാൾ ഈ ഫീലിലല്ല നിൽക്കുന്നതെങ്കിൽ ടോട്ടൽ പോയി. വലിയ സ്ക്രീനിൽ അതൊക്കെ എടുത്ത് കാണും. ഇപ്പൊ മമ്മൂക്ക ആവട്ടെ ലാലു ആവട്ടെ ശശിയേട്ടന്റെ മുഖമാണ് അവരുടെ മോണിറ്റർ. ബിക്കോസ് ശശിയേട്ടൻ ഇങ്ങനെ നോക്കിയിട്ട് ഓക്കെ എന്ന് പറഞ്ഞാൽ അടുത്ത ഷോട്ടിന് പോകും. അല്ലാതെ പുള്ളി ഇങ്ങനെയാക്കിയാ എല്ലാവർക്കും അറിയാം. ശശിയേട്ടൻ അല്ല മോഹൻലാലും അറിയാം, മമ്മൂക്കയ്ക്കും അറിയാം. വൺ മോർ വേണം അല്ലേ, ഓക്കെ റെഡി 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 എടുക്കാൻ. അത് പുള്ളിന്റെ മോണിറ്ററാണ്, പുള്ളിയാണ് നമുക്ക് മോണിറ്റർ. ഈ നാട് തൊട്ടിട്ട് ഇപ്പൊ അതിനിപ്പോ ചോദിച്ചതിന് ചോദ്യമുണ്ട്, കറക്റ്റാണത്. കാരണം ഇത്ര വന്നിട്ടുള്ളതിനെ എടുക്കുമ്പോൾ കണ്ടിന്യൂറ്റി പ്രശ്നം ഉണ്ടാവും ആക്ഷന്. പക്ഷെ ശശിയേട്ടന് കട്ടിങ്സ് നേരത്തെ അറിയാം. അതെ, അത് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഫുൾ ക്രൗഡാണല്ലോ. ഇപ്പം ഈ നാട്ടിൽ ഞങ്ങളുടെ ഒരു ഏറ്റവും കൂടുതൽ സഹിക്കാൻ വയ്യാത്ത ക്രൗഡായിരുന്നു മറ്റേ കോളേജ് സീനിൽ ഒരു സ്ട്രൈക്ക് വരുമ്പോൾ. അതെ, പക്ഷെ അത്ര ഫ്രെയിംസിനെ മുഴുവനും ഒറ്റയടിക്ക് പുള്ളി വന്നിട്ട് നേരത്തെ പ്ലാനിങ്, ഇവിടെ എടുത്തോളാം, ഇവിടെ എടുത്തെന്ന് പറഞ്ഞ് ക്യാമറമാൻ ഓടിയിടണം. ശശിയേട്ടൻ റെഡി ആയിരിക്കും. അപ്പം നമ്മൾ വേറെ എങ്ങും പോകരുത്. ഞാനിതിനകത്ത് എപ്പോഴും ചീത്ത കേട്ട് മടുക്കും. കാരണം ഞാൻ മിസ്റ്റർ അലർട്ടായിട്ട് ഇരിക്കാൻ പറ്റില്ല. ഒരു ഷോട്ട് വാങ്ങിക്കും. അയ്യോ എന്നെ മിസ് ചെയ്യും. പക്ഷെ ശശിയേട്ടൻ അത്രയും കാര്യം എന്താ പറയുക, പല പ്രാവശ്യം ജപ്പാനിൽ ഷൂട്ടിങ് പോയി, ഞാൻ വേറെ സ്ഥലത്ത് പോയി ഓരോ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരാനായിട്ട് പോകുമ്പോൾ ഷോട്ട് അന്വേഷിക്കുമ്പോൾ കാണൂല. പുള്ളിക്കാരൻ ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ. ഈ ചന്ദ്രേട്ടനെ നിഷ്കളങ്കായിട്ട് രവിയേട്ടൻ ഞങ്ങൾ ഇന്ന് രാവിലെ ഇങ്ങനെ വർത്താനം പഴയ സിനിമ ഇവിടെ തുടങ്ങുന്നതിന് മുമ്പ് ചന്ദ്രൻ സഞ്ജയ് പറഞ്ഞു, അന്നേ പറഞ്ഞു രവികുമാറിന്റെ വലിയ സ്പീക്കറാണ്, ഭയങ്കര സ്പീക്കറിൽ ഒച്ചത്തി പാട്ട് വെക്കുമെന്ന് രവിയേട്ടൻ പണ്ട്. അപ്പൊ ഈ ജപ്പാനിലൊക്കെ പോയാൽ എനിക്ക് മനസ്സിലായി, ജപ്പാനാണല്ലോ അന്നത്തെ ഇലക്ട്രോണിക്സിന്റെ കേന്ദ്രം. അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് അതെന്താ പറഞ്ഞാല് അപ്പോഴാണല്ലോ കംപ്ലീറ്റ് ഈ ഞാൻ മ്യൂസിക്കിന്റെ ഭയങ്കര ഇതായിരുന്നു. അപ്പൊ എപ്പോ നോക്കിയാലും നമ്മള് അന്നാണ് CD ഒക്കെ ഇറങ്ങിയ സമയം. വന്നിട്ട് വാക്മാന് CD. അയ്യോ അന്ന് രവീന്ദ്രന്റെ റൂമിൽ പോവാൻ പറ്റില്ല. ഇതിന്റെ ഇങ്ങനെ ആകെ ചെവി പൊളിക്കും അവിടെ ഇരുന്നിട്ട്. അതെന്താ ഞങ്ങള് കംപ്ലീറ്റ് 8-10 സ്പീക്കർ ഉണ്ടോ അങ്ങനെ കംപ്ലീറ്റ് റൂമിൽ മുഴുവൻ. എൻ്റെ ഒരു ഫ്രണ്ട് സ്പീക്കർ ഉണ്ടാക്കുന്നവനാ. അപ്പൊ അതുകൊണ്ട് വിഴുകാനും കൊടുത്തു കാണും. കംപ്ലീറ്റ് സ്പീക്കേഴ്സ് ആണ് പല ടൈപ്പ്. രവിയേട്ടന് തോക്കുണ്ടാക്കുന്ന ഒരു കൂട്ടുകാരനില്ല. അല്ലെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? അത് അങ്ങനെ അല്ലെ മ്യൂസിക്കിൽ അങ്ങനെയായിരുന്നു, ഫുൾ സ്പീക്കേഴ്സ് ആയിരുന്നു കംപ്ലീറ്റ്. നമ്മളെ മ്യൂസിക്കിനെ കുറിച്ച് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഒരാളുടെ കൂടെ സ്റ്റേറ്റ്മെന്റ് കാണേണ്ടതായിട്ടുണ്ട്. ശശിയേട്ടൻ എന്ന അതുല്യ പ്രതിഭയെക്കുറിച്ച് ഗായകനാണ്, അഭിനേതാവാണ് പ്രിയപ്പെട്ട കൃഷ്ണേന്ദ്രൻ ചേട്ടൻ. ഇപ്പോൾ ഓർക്കും, ഒരു കാലത്ത് സംവിധാനം IV ശശി എന്ന് മാത്രം ഇട്ടാൽ ആൾക്കാർ തിയേറ്ററിൽ കയറിയിരുന്ന ഒരു സമയമുണ്ട്. ആ സമയത്താണ് ഞാനൊക്കെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയമാണ്. ചിറ്റൂർ കോളേജിൽ പാലക്കാട്. അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളും പോയി കാണുമായിരുന്നു. അയൽക്കാരി, അങ്ങനെ എന്ന് വെച്ചിട്ടുള്ള കുറേ സിനിമകളുണ്ട്. ആ നിമിഷം, അങ്ങനെ നല്ല പാട്ടുകളായിരിക്കും. അപ്പം ഞങ്ങൾക്ക് ഈ പാട്ടുകളോടും കൂടി താല്പര്യമുള്ളതുകൊണ്ട് അങ്ങനെ കാണുന്നത് ഇതാ ഇവിടെ വരെയൊക്കെ കണ്ടിട്ട് നമ്മൾ എന്താണ് സംഭവം, വാഴപ്പാട് അന്തം വിട്ടുപോയി. അന്നത്തെ കാലത്ത് അതൊരു വളരെ പുതുമയുള്ളൊരു സബ്ജക്റ്റായിരുന്നു, പത്മേട്ടൻ്റെ സബ്ജക്റ്റാണ്. എങ്കിലും അങ്ങനെ ആ IV ശശിയുടെ സിനിമയിൽ ആദ്യമായിട്ട് എനിക്ക് അഭിനയിക്കാൻ ചാൻസ് കിട്ടിയത് രത്നനിർവേദമൊക്കെ കഴിഞ്ഞ ഒരു 3-4 സിനിമ ചെയ്തിട്ട് കാന്തവലയം എന്നൊരു സിനിമ. ജയനായിരുന്നു അതിൽ ഹീറോ. ജയൻ മോഹൻ, സീമ ചേച്ചിയായിരുന്നു. സീമ ചേച്ചിയുടെ ബ്രദറായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. അങ്ങനെയാണ് ശശിയേട്ടനുമായിട്ടുള്ള ആദ്യത്തെ
പരിചയം തുടങ്ങുന്നത്. ശശിയേട്ടൻ്റെ കഴുതക്കുട്ടി വിളിയും കുതിരക്കുട്ടി വിളിയും, ഏറ്റവും ദേഷ്യം വന്നു കഴിഞ്ഞാൽ വിളിക്കുന്നത് കഴുതക്കുട്ടി എന്നാണ്. അതിൽ കൂടുതലൊരു തെറി മൂപ്പർക്ക് അറിയില്ല. അപ്പോൾ ഏറ്റവും ദേഷ്യം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം കഴുതക്കുട്ടി എന്ന് വിളിച്ചിരിക്കുന്നുള്ളതാണ്. പിന്നീട് ഏറ്റവും നല്ലൊരു ക്യാരക്ടർ എനിക്ക് ഈ നാട് എന്നുള്ള സിനിമയിൽ ചെയ്യാൻ പറ്റി. ഞാൻ ഏകദേശം പാടാൻ തുടങ്ങിയിരുന്ന സമയമാണ്. അങ്ങനെ പറയുമ്പോൾ എൻ്റെ പാട്ടിൻ്റെ കാര്യം പറയണം. കാരണം എനിക്ക് ആദ്യമായിട്ട് പാട്ട് കിട്ടിയത് IV ശശി എന്നുള്ള സംവിധായകൻ ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. അദ്ദേഹം കോഴിക്കോട് വെച്ച് ഞങ്ങളൊരു ഫംഗ്ഷനിൽ പാടുന്നത് കേട്ടിട്ട് ജനങ്ങൾ ഭയങ്കരമായിട്ട് കൈയടിച്ചു വന്നു. ഒരു നടൻ പാടുക എന്നുള്ള നിലയ്ക്ക് ഞാൻ ആ സമയത്ത് മ്യൂസിക് സ്റ്റുഡൻ്റ് ആണെന്നുള്ളത് ആർക്കും അറിയില്ല. അങ്ങനെ ഒരുമാതിരി ഭേദപ്പെട്ട് പാടിയപ്പോൾ നല്ല ക്ലാപ്സ് ഒക്കെ കിട്ടിയപ്പോൾ ശശിയേട്ടൻ സ്റ്റേജിൻ്റെ പിന്നിൽ വന്നിട്ട് പറഞ്ഞു, എൻ്റെ അടുത്ത സിനിമയിൽ ഇന്ന് എല്ലാ പാട്ടും പാടുന്നു എന്ന് പറഞ്ഞു. അത് ഞാൻ അത്ര വിശ്വസിച്ചില്ല, കാരണം സിനിമക്കാർ പറയുന്ന ഒരു വാക്കല്ലേ എന്ന്. പക്ഷേ ഈണ എന്നുള്ള സിനിമ, വെള്ളിച്ചില്ലും വിതറി എന്നുള്ള ഗാനം, അതായിരുന്നു എൻ്റെ ആദ്യത്തെ പാട്ട്. ഡബ്ബിംഗ് ആർട്ടിസ്റ്റാക്കി മാറ്റിയതിലും ശശിയേട്ടന് വലിയൊരു പങ്കുണ്ട്. കാരണം കാണാമറയത്ത് എന്നുള്ള സിനിമ റഹ്മാന്റെ രണ്ടാമത്തെ പടമായിരുന്നു. ശശിയേട്ടനും ചോദിച്ചു, പപ്പേട്ടനും ചോദിച്ചു. അതേ സമയത്ത് തന്നെ ഭരതേട്ടൻ്റെ പടം ഉണ്ടായിരുന്നു, ഇത്തിരിപ്പൂവേ ചുവന്ന പൂവ്. അതിൽ റഹ്മാൻ വോയിസ് കൊടുത്തൂടെ നിനക്കെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ വേറൊരാൾക്ക് എങ്ങനെ ശബ്ദം കൊടുക്കുന്നത്? ഞാനിതുവരെ ഞാൻ സ്വന്തമായിട്ട് അഭിനയിച്ചതിനെ ശബ്ദം കൊടുത്തിട്ടുള്ളൂ. അല്ല, നമുക്കൊന്ന് ശ്രമിക്കാം. അങ്ങനെയാണ് കാണാമറയത്തിലൂടെ എന്നെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആക്കിയത്. അപ്പൊ ശശിയേട്ടൻ, അതെന്റെ ഈ 3 ഗുരുക്കന്മാർക്കും അതിൽ പങ്കുണ്ട് എന്നെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആക്കിയതിൽ. IV ശശി, ഭരതേട്ടൻ, പപ്പേട്ടൻ എൻ്റെ 3 ഗുരുക്കന്മാരാണ്. ഒരാളെ കൂടി ഈ അവസരത്തിൽ ഞാൻ നമ്മളോടൊപ്പം ചേരാൻ വേണ്ടി വിളിക്കുകയാണ്. സിനിമയ്ക്കകത്ത് തന്നെ ഒരാൾ എന്നോട് പറഞ്ഞു, ഒരുപക്ഷെ മലയാള സിനിമയിലുള്ള ഇപ്പോഴുള്ള സജീവ സിനിമാക്കാരിൽ ഏറ്റവും കൂടുതൽ പുസ്തകം വായന ശീലമാക്കിയിട്ടുള്ള ഒരാളാണ്. ശശി സാറിൻ്റെ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള വർണ്ണപ്പേട്ട് പോലുള്ള ചിത്രങ്ങൾക്ക് അനുഭൂതി എന്നൊക്കെ പറയുന്ന ചിത്രം ഒരുപക്ഷെ ആദ്യമായിട്ട് ഒരു പൊതുജന പങ്കാളിത്തത്തോടെ നിർമ്മിക്കുക എന്ന് പറയുന്ന വളരെ നവീനമായ ഒരു ആശയത്തിലൂടെ വന്ന സിനിമയാണ്. ആ സിനിമകളിലേക്ക് തിരക്കഥ, നിരവധി സൂപ്പർ ഹിറ്റായ സിനിമകളുടെ തിരക്കഥ എഴുതിയ സംവിധായകൻ കൂടിയായ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഓർമ്മയിലെന്നും IV ശശി എന്ന ഈ ലക്കത്തിലേക്ക് ശ്രീ ബാബു ജനാർദ്ദനൻ.